ഇന്ത്യക്കാർ മുഴുവൻ കാത്തിരുന്ന ഒരു ചരിത്രവിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. സുപ്രീംകോടതിക്ക് ഇത്രയധികം അധികാര പദവി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രതിപക്ഷം നിരന്തരം നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത് ഈയൊരൊറ്റ ദിവസത്തിനു വേണ്ടിയാണ്. ഇലക്ഷൻ കമ്മീഷനെ ചട്ടം പഠിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. എങ്കിൽ പോലും അവരെ നിയമപരമായി നേരിടാൻ കഴിയുമെന്ന് ചുരുങ്ങിയ നാൾ കൊണ്ടുതന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുത്തു. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ ഇപ്പോൾ എവിടെയാണ് എന്നതും അദ്ദേഹം രാജ്യദ്രോഹമാണ് ചെയ്തത് എന്നതും പ്രതിപക്ഷം നിരന്തരം പറയുന്ന കാര്യമാണ്. അദ്ദേഹം രാജ്യം വിട്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്നത്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് BJP നേതൃത്വമാണെന്നതും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാർ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് എത്രത്തോളം വിരോധാഭാസം നിറഞ്ഞതാണെന്നും രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ മുൻപിൽ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരാട്ട വിജയം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബദലായി ഒരു പുതിയ കമ്മീഷനെ തന്നെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ബീഹാർ അസംബ്ലി മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ കൃത്യമായി സുപ്രീം കോടതി വീക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പുതിയ ഒരു ഏജൻസിയെ അപ്പോയിന്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സുപ്രീം കോടതി നീങ്ങുകയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ അംഗമായിരിക്കുക എന്നതുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി എടുത്ത തീരുമാനമാണ്. അത് ജനാധിപത്യപരമായിരുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ വിശ്വാസത പിടിച്ചുപറ്റിയല്ല ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെയോ സമാജ്വാദി പാർട്ടിയുടെയോ മാത്രം നേതാവല്ല രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ നെടുനായകത്വം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പുകൾ BJPക്ക് വേണ്ടി അട്ടിമറിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ജ്ഞാനേഷ് കുമാറിനെ പൂട്ടിക്കെട്ടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ക്രമക്കേടുകൾ ഓരോന്നായി രാഹുൽ ഗാന്ധി പകൽ വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ബീഹാറിൽ ഇപ്പോൾ വോട്ടർ അധികാർ റാലി ഉൾപ്പെടെ നടത്തി ഈ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയിരിക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്ന് വലിയ രീതിയിൽ മാനിപ്പുലേഷൻ ഉൾപ്പെടെ നടത്താൻ ശ്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പോർമുഖത്ത് നിറഞ്ഞാടി നിൽക്കുകയാണ്. പ്രതിപക്ഷം ഛിന്നഭിന്നമായി പോകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചാണ് മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതെങ്കിൽ പ്രതിപക്ഷത്തേക്ക് NDAയിലെ ഘടകകക്ഷികളായ TDPയും ഐക്യജനതാദളിലെ ഏതാനും ചില നേതാക്കളും മറ്റ് ചെറുതും വലുതുമായ ഘടകകക്ഷികൾ ഒന്നൊന്നായി ഒഴുകിയെത്തുന്നു. രാഹുൽ ഗാന്ധി പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നതും അതിൽ കഴമ്പുണ്ട് എന്നതും തിരിച്ചറിയുകയാണ് ജനങ്ങൾ. സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി ബീഹാറിൽ NDAക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് ഉറപ്പാണ്. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.